ഇവർ തന്നെ കുടിച്ചോണ്ട് തമ്മിൽ വഴക്കുണ്ടാക്കി വെച്ചും ആത്മഹത്യ ചെയ്യാൻ കടലിൻ്റെ അറ്റത്ത് പോയി നിൽക്കും. ഒരിക്കൽ കടലിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എൻ്റെ നാക്ക് താന്നു പോയി. എനിക്കൊന്നും സ്വരം വിടാനൊന്നും പറ്റില്ല. ഞാൻ വീട്ടിൽ വന്ന് അനങ്ങാതെ ഇവിടെ ഒന്ന് വിറച്ച് കുത്തിയായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവള് വന്ന് ബാത്റൂമിനകത്ത് കയറി കഥകടച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അനങ്ങിയില്ല, ആൾ വന്നല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ മകൻ്റെ കൈവെട്ടിയെന്ന്. അപ്പോൾ കൈവെട്ടിയപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നിങ്ങളവളെ ആശുപത്രി കൊണ്ടുപോയിക്കോ, അവനെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പിന്നെ അവന് വണ്ടി ഓടിക്കാനൊന്നും വേണ്ട. നിങ്ങളാകുമ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ ദിവസവും ഓട്ടോറിക്ഷ കൂലി കൊടുക്കണ്ടേ, നമുക്കതിനുള്ള കഴിവില്ലല്ലോ. അങ്ങനെ ഇയാൾ പോകാൻ ഒരുങ്ങി എൻ്റെ ഭർത്താവ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ ഇവളപ്പം ഓടി കടലിൻ്റെ അറ്റത്ത് പോയി നിന്നു. എന്നുവെച്ചാൽ അപ്പുറത്ത് കൂടുതൽ അപ്പുറത്തെ വീട്ടിൽ ആ വീട്ടിലേ പോയി ഇരിക്കത്തുള്ളൂ. അവിടെ പോയിരുന്നേച്ചും അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇവിടെ അച്ഛൻ പോണില്ല, നീ തന്നെ കൊണ്ടുപോയിക്കോന്ന് പറയും. അത് ഞങ്ങളുടെ മകനാ മിണ്ടണതാ ഇങ്ങനെ ചികിത്സിക്കാൻ കൊണ്ടുപോകണമെന്ന് അവൾക്ക് ഇഷ്ടമില്ല. അവൾ തന്നെ എവിടെയും പോവുക വരിക. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇവളിങ്ങനെ ഇവർ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ്റ്റ് ചെയ്യിക്കാൻ പോകണം. അപ്പോൾ ജില്ലാ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഇനി എൻ്റെ വീട്ടിൽ ഇനി സാധനമില്ല. അതാ നേരത്തെ അങ്ങ് ഇറക്കി വിട്ടാണ്. ഇപ്പം ഇത് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ നന്നാകട്ടത്തിലാന്ന് വിചാരിച്ചാൽ കൊണ്ട് ഓരോ ദിവസം ചെല്ലും തോറും കൂടി ഇവരുടെ സ്വഭാവരീതി കൂടി വരും. നമുക്ക് എന്നെയൊക്കെ മുഖത്തിട്ട് നോക്കാൻ ഭയമായിരിക്കും. ഞങ്ങൾ പേടിച്ച് വിറച്ച് നേരം കുത്തിയിരുന്ന് കളിപ്പിക്കും. നമ്മൾ രാത്രി കൊന്നെന്ന് അറിയുക, നമ്മളെ എന്ത് ചെയ്യും. അങ്ങനെയൊക്കെ ഭയപ്പെട്ട ദിവസങ്ങൾ കൊണ്ട് ഇവരെ ഇറക്കി വിട്ടുക. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ പോകണം അല്ലെങ്കിൽ ഞാൻ പോകും എന്നപ്പോൾ ഞങ്ങൾ തന്നെ പോയി കഥ പറഞ്ഞില്ല എല്ലാവരും പോയി. അപ്പോൾ ഈ ആളാണ് ഇവർക്ക് വാടക വീടല്ല. കാരണം 2-3 സ്ഥലത്തൊക്കെ വാടക വീട് അന്വേഷിച്ച് കിട്ടിയാന്ന് നമ്മൾ ഇതൊന്നും തിരക്കത്തില്ല. അപ്പോൾ ഈ മുറിവ് കഴിഞ്ഞ് ഇങ്ങനെ ഇവൾ ചോദിക്കാതെ അങ്ങോട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി ബന്ധവുമില്ല, ഈ വീട്ടിലേക്ക് ഈ സാധനവുമില്ല, ഇനി വരണ്ട. ഞങ്ങൾ പറയുന്നത് അവസാനം ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഇതേ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല. ഒരു പാവപ്പെട്ട ചെറുക്കനെ കക്കൂസ് പൊട്ടിച്ച് ഒഴിക്കാനുള്ള ഒരു പഞ്ചപാവം കൊച്ചാണ്. കുഞ്ഞിക്കുട്ടുകുത്തിയാ മുണ്ടത്തില്ല. ആ കൊച്ചിനെയാണ് കുഴിയെടുക്കാൻ ഇവർ വിളിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം ആ കുഞ്ഞു അകപ്പെട്ട അതൊരു പാവം ചെറുക്കനാണ്, പഞ്ചപാവം കൊച്ചാണ്. അതും അകപ്പെട്ട. എൻ്റെ പേര് ഗ്രേസിയെന്ന്. അപ്പം ഞങ്ങൾ പറയണത് അവരെ പിടിച്ച് തൂക്കുകയറ് കൊടുക്കണമെന്നാണ് പെറ്റ് തള്ളേ. ഞാനൊരു ജന്മം കൊടുത്തെന്നുള്ള കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ മകനോട് തൂക്കി കൊല്ലണമെന്ന് തന്നെ പറഞ്ഞു. ഇനി ഒരു മാതാപിതാക്കന്മാർക്ക് ആർക്കും ഇവർക്ക് വേണമെങ്കിൽ സ്വർണ്ണം എടുക്കാവല്ല. ഇവരെന്തിനാ പാവം സ്ത്രീയെ ഇവർ കൊന്ന്? അത് ഞങ്ങൾക്ക് പറയാണ്. ഞാൻ ഇന്നലെ വാർത്ത അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവിടെ. അവരുടെ ഞങ്ങളുടെ വശം നിന്ന് അവർ പാവൽ നിനക്ക് അവർക്ക് പെമ്മക്കളില്ലാത്തതല്ലേ, നിന്നെ അവർ പൊന്നുപോലെ നോക്കുന്നില്ലേ, നിനക്ക് രാജകുമാരനെപ്പോലെ കഴിയാനുള്ള അവരോട് ചാടിക്കയറി ചെല്ലും. അത് ആർക്കും ഇഷ്ടമല്ല. അത്രയൊരു സാധനമാണ്. നമുക്ക് സിസ്റ്റർമാർ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ അതുങ്ങൾക്ക് അവരുടെ കൂടെ നിന്നപ്പോഴത്തേക്ക് പാവവും സന്തോഷവും ചിരിയും കളിച്ചപ്പോൾ അവർക്ക് നല്ലൊരു കൊച്ചാണ്. പിന്നെ അവൾ പിന്നെ ഒരിത് പറഞ്ഞു. അവൾക്ക് ഏതാണ്ട് കുറേ നോട്ടുകളുണ്ട്. മുണ്ടമേലല്ല കാസർഗോഡ് ഉടുപ്പി അവിടെ കുറേ സ്ഥലമുണ്ട്, 10-50 പവൻ്റെ സ്വർണ്ണമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം. എൻ്റെ ഈ മാലയിട്ടാണ് അവളെ ഞങ്ങൾ കെട്ടിച്ചത്, എൻ്റെ മകൻ കെട്ടിയത്. പക്ഷെ ഇവിടെ സ്വഭാവ ദൂഷ്യമെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ മാല ഊരി മേടിച്ച്. ഇവൻ കൽപ്പണിക്ക് പോവും, പിന്നെ കടപ്പുറം പണിക്ക് പോകും. 5 പൈസ മാതാപിതാക്കന്മാരാ ഞങ്ങൾക്ക് ഒരു ചായ. ബോട്ടെ പോയെന്ന 10,000-15,000 രൂപയൊക്കെ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ കാശൊക്കെ എന്തേന്ന് പറഞ്ഞു. ഇവൻ ഈ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വേണ്ടി കാശ് വേണം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. അപ്പം ഇവളുടെ അക്കൗണ്ടിൽ കാശിടുന്നുണ്ടെന്നാണ് ഇവൾ പറഞ്ഞത്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു 10,000 രൂപ അവനെ ചികിത്സിക്കണ്ടേ, അവനെ രക്ഷിക്കണ്ടേ, വില എടുക്കണ്ടേ, 1 വർഷം പോലെ അവന് പണിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാശൊന്നുമില്ല. എന്തോ ഞങ്ങളെങ്ങനെ സഹായിക്കും? ഇത് പോയി ഈ ഇറമ്പിയിരിക്കണം പൊന്ത് കുഴഞ്ഞിട്ടാണ് ഞങ്ങൾ ജീവിക്കണത്. അങ്ങനെ അപ്പം ഈ മുറിഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് വിലക്ക് പോകാൻ കഴിയില്ല. എന്തായാലും ഒരു പെറ്റ് പോയില്ലേ, അങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ വിളിച്ചു നിർത്തിയത്. പക്ഷെ അതും ഇവിടെ നിൽക്കാൻ അവൾ അവസരം കൊടുത്തില്ല. അവളെ കൊണ്ടുപോയി. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളിപ്പോൾ ഇതറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനായിരിക്കും? മാതാപിതാക്കന്മാരെന്ത് ഞങ്ങൾ ഉപേക്ഷിച്ച് വിട്ടിരിക്കേ. അതുകൊണ്ട് എന്തോ ഇല്ല ഞങ്ങൾ വിളിക്കുകയില്ല. ഇപ്പം ഇങ്ങനത്തെ ഈ എന്തെങ്കിലുമൊക്കെ അവർ വരക്കുമ്പോൾ മുഖത്തിട്ടടി അങ്ങനെയൊക്കെ ഒരിക്കൽ മൂക്കിയെന്ന് ചോര വന്നു. അപ്പം
പോകാൻ വിളിച്ചിട്ട് ഞങ്ങൾ എടുത്തില്ല. എടുക്കുകയല്ല, ഇവർ തമ്മിൽ വഴക്കിട്ട് കഴിയുമ്പോൾ ഇവർ തമ്മിൽ സ്നേഹിക്കും. അപ്പം സുഭദ്രയെ എന്ന് പറഞ്ഞാൽ നേരത്തെ അറിയാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ പെണ്ണുമ്പിള്ളയാണ് ഇവർക്ക് കല്യാണത്തിനുള്ള മുൻപേ നിന്നത് ഇവരാണ്. ഇവർക്ക് കൂടെ കല്യാണത്തിന് മുമ്പ് ഇവള് വീട് കാണിക്കാനാണ് ഹോസ്റ്റലിൽ നിന്ന പെണ്ണാണ്. ഹോസ്റ്റലിൽ നിന്ന് ഇടക്കിടക്ക് മുങ്ങുവാരെന്നാണ് അവിടെ സിസ്റ്റർമാർ പറഞ്ഞത്. അത് നിങ്ങൾക്കും അറിയാൻ മേല, നിങ്ങൾ നിരപരാധികളെ സിസ്റ്റർമാർ നിരപരാധികൾ. ഇവിടെ തരികട സുഭദ്രയെ മുന്നോട്ട് നിന്ന് അത് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് എറണാകുളം ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണം നമുക്ക് കല്യാണം ചെയ്യാൻ, കല്യാണം നടത്താം. അപ്പോൾ നടത്തുകാർ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട്ട് അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വല്ല 1 പവൻ്റെ സ്വർണം വല്ല മേടിച്ചിട്ട് ഞങ്ങൾ പെണ്ണിനെ ഒരുക്കി വിടാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവളതിന് സമ്മതിച്ചു. ഇവളെ പറഞ്ഞത് മടത്തുകാർ എൻ്റെ ഫോട്ടോ എടുത്ത് അങ്ങനെ വിട്ട് ഇങ്ങോട്ട് കാശുണ്ടാക്കുമെന്ന്. പക്ഷെ ഇവക്ക മനസ്സിരിപ്പായോ ഞങ്ങൾക്കറിയാവാ, അവർക്കറിയാവാ. അപ്പോൾ സുഭദ്രാന്ന് പറഞ്ഞ് എറണാകുളത്ത് വെച്ച് നമുക്ക് നടത്താമെന്ന് പറയും. ഞാൻ പറഞ്ഞു അവിടുത്തെ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് നിവർത്തിയില്ല അങ്ങനെയൊക്കെ നടത്താനോ. സുഭദ്ര ആൻറ്റി എന്നാണ്. അപ്പം ഞങ്ങൾക്ക് ഇവക്ക പലരും ആയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക്. ഇവർക്ക് ആൾക്കാരെ അറിയാൻ പറ്റില്ല. ഒരിക്കൽ ഞങ്ങൾ ഉടുപ്പിയിലെന്നും പറഞ്ഞ് കൊണ്ടുപോയി, വീട് കാണിക്കാൻ കൊണ്ടുപോയി. പക്ഷെ ഇവർക്ക് കൂടെ പണ്ടൊക്കെ കൊച്ചിലെയൊക്കെ ഇവരിങ്ങനെ പോയിട്ടുണ്ടെന്നൊക്കെ ഇവൾ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഉടുപ്പിൽ പോയിട്ട് ഞങ്ങൾ ഒരു അംഗനവാടി ടീച്ചറിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾക്ക് ഭാഷ അറിയാൻ പാടില്ല. ഇവർക്ക് 9 ഭാഷ അറിയാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിന് ഒരു ഭാഷ അറിയാം. വീടെന്ന് കാണിച്ചാൽ ആരുമില്ല, ഒരു അംഗനവാടി ടീച്ചറിൻ്റെ വീടാണ്. ഇവക്ക് ഒരു കൂട്ടുകാരത്തി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അംഗനവാടി ടീച്ചറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഒരു ദിവസം അഭയം തരുന്നത്. ആഹാര സാധനങ്ങളാണെങ്കിലും ഞങ്ങൾ കയ്യിൽ നിന്ന് കാശിട്ടാണ്. നമുക്ക് ഭാഷ അറിയാവാ, ചെന്ന് സാധനം മേടിക്കാനാ പറയാനാ വിളിക്കാനാ. അവിടെ തുളുവാ കന്നഡയാണ്ടൊക്കെ. ഇവളിവിടെ ഇല്ല വന്നിട്ടില്ല. കല്യാണത്തിന് അന്ന് വന്നുപോയിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ ഈ കുറഞ്ഞിടങ്ങളിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞാണ് കേട്ടത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച പറ്റി അവിടെ ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പം ഇവർ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇപ്പം ഇവന് പേരക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ കറിക്ക് മീൻ കൊടുക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞോട് കൊണ്ടുവന്ന് മീൻ തന്നു. വലത് കയ്യല്ല. അതേ ഞങ്ങൾ ഫോണിലെടുത്തിട്ട് ഇന്നലെ പോലീസുകാർക്ക് കാണിച്ചിട്ട് പോലീസുകാരുടെ ഫോട്ടോ എടുത്ത്. ഇത് ആംബുലൻസിൽ കിടന്നുണ്ട് അവൻ ഫോട്ടോ എടുത്തത്. എന്തായാലും അങ്ങനെ എടുത്ത ഒരു തെളിവുണ്ട്. ആ തെളിവ് എൻ്റെ ഫോണിൽ വിട്ടുകൊണ്ട് കാണാനെടുത്ത്. അത് ഇന്നലെ പോലീസുകാർ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇതൊന്നും ഈ കൊലപാതകത്തെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല. പാവപ്പെട്ട ഒരു കൊച്ചുകൂടെയാണ് ഇപ്പം കുഴിയെടുക്കാൻ പോയ കൊച്ചു. അത് കക്കൂസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതും തൂങ്ങിയിരിക്കണം. ആ കുഞ്ഞിനെ നിങ്ങൾ വിട്ടുകൊടുക്കണം. ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ആ കൊച്ചു നിരവധി, അത് പാവം കുഞ്ഞാണ്. അതിൻ്റെ അമ്മ ക്ഷീണക്കാരൻ, അപ്പനില്ല, ഒരു പെങ്ങളൊക്കെയാണ് കിഡ്നിയുടെ എൻ്റെ അസുഖങ്ങളൊക്കെ ഇട്ടിരിക്കുക. അത് കെട്ടിയതാണ് അസുഖങ്ങൾ. പിന്നെ ഈ ചെറുക്കൻ്റെ കൊണ്ടാണ് ആ പെങ്ങളുടെയൊക്കെ ചികിത്സിക്കാൻ പിടിക്കുക. അതിന് ആ കുഞ്ഞിനെ വിടണം. എനിക്കറിയത്തില്ല, ഞങ്ങൾക്കതൊന്നും അറിയത്തില്ലല്ലോ. ഇവര് കുഞ്ഞിലേ തൊട്ടുള്ള പരിചയമാണ്, അമ്മയുടെ കൂട്ടുകാരത്തിയാണ്. അപ്പം ഇവർ കുഞ്ഞിലേ തൊട്ടുള്ള കൂട്ടുകാരെന്നാണ് ഈ ചാനലിൽ ഇപ്പോൾ കേട്ടത്. അല്ലാതെ ഞങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ഇവരുടെ ആൻറ്റി അങ്ങനെ ഒരു ദിവസം വന്ന് പോയി, പിന്നെ ഇവിടെ വന്നിട്ട് പോലുമില്ല. അപ്പോൾ വേറൊരു മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ. അവരാണ് വന്നിങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച്. അവരാണ്ട് 2-3 ആൾക്കാരാണ് കല്യാണം. ഞങ്ങളെ കൊണ്ട് ലെറ്റർ അടിപ്പിച്ച് അവിടെ ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ എങ്ങും കൊടുത്തില്ല. ഈ 2-3 പിന്നെ ഹൈന്ദവ സ്ത്രീകളാണ് വന്നത്, കല്യാണത്തിന് വന്നത്.